നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാധിക്കും അച്ഛാ, ഞങ്ങള് വിചാരിച്ചാലും സാധിക്കും. ഇനി അഥവാ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ തരാൻ തയ്യാറായി നിൽക്കുവാണല്ലോ സിദ്ധു അടക്കമുള്ളവര്. കല്യാണത്തിന് മുൻപ് ശരത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാനാ ഞങ്ങളുടെ ശ്രമം. അത് വിജയിച്ച പിന്നെ ശരത്തിനെ ചൂലെടുത്ത് അടിച്ചോടിക്കുന്ന ജോലി അമ്മ തന്നെ ഏറ്റെടുത്തോളൂ. അച്ഛൻ സന്തോഷായിട്ടിരിക്കെ അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്താ അമ്മേ? അവള് പോകാൻ പോവാ മോനെ. 2 ദിവസം കഴിയുമ്പോ ആ ശരവണൻ വന്ന് വിളിക്കുമെന്ന്. അപ്പൊ അവള് അവന്റെ കൂടെ ഇറങ്ങി പോകാനാ പരിപാടി. എന്നിട്ട് കല്യാണം കഴിക്കുന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല, അവള് ചതിക്കപ്പെടാനാ സാധ്യത. പോവണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ? പല വിധത്തിൽ പറഞ്ഞു നോക്കി മോനെ. അമ്പിനും മില്ലിനും അടുക്കുന്നില്ല. നശിക്കാനുള്ള പുറപ്പാടാ. എവിടെ വെച്ചാ കല്യാണം? അത് പറഞ്ഞോ? ശരവണന്റെ നാട്ടിൽ വെച്ചാണെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്താലോ മോനെ, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് നമുക്ക് തന്നെ ഇറങ്ങി നടത്തി കൊടുത്താലോ? അതാവുമ്പോ ഇറങ്ങിപ്പോയെന്നുള്ള ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെടാലോ. ശരവണന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാനോ? അതിലും ഭേദം അവൾക്ക് വല്ല വിഷവും വാങ്ങിക്കൊടുത്ത് അവളെ കൊന്നുകളയുന്ന. പിന്നെ എന്ത് ചെയ്യും? നമ്മളെ നാണം കെടുത്തിയ തീരുവളെന്ന് ഉറപ്പിച്ചിരിക്കുക അവള്. അമ്മ വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. തൽക്കാലം കല്യാണം എവിടെ വെച്ചാണെന്നൊക്കെ സൂത്രത്തിൽ മനസ്സിലാക്കി വെക്ക്. ബാക്കി നമുക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നീ പറയുന്നത്? ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മേ. അവളോട് ചാടിക്കടിക്കാൻ പോയാ അവൾക്ക് വാശി കൂടുകയുള്ളൂ. ഒറ്റ മുങ്ങ അവള് മുങ്ങും. പിന്നെ പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്ഥലമെങ്കിലും അറിഞ്ഞിരിക്കണം. ശരി, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ആ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ലമ്മേ. എന്തെങ്കിലും ഉടനെ ചെയ്യണം മോനെ, ഇല്ലെങ്കിൽ അപകടമാ. കല്യാണം കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാമേ. അതുകൊണ്ടല്ലേ കല്യാണം നടക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കല്യാണം തടയാനുള്ള വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്കെന്നെ സാധിച്ചാ അതായിരിക്കും നീ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. ശരിയമ്മേ, ഞാൻ വിളിച്ചോളാം. ശരി മോനെ. പാർവതി, അതെ, അവരും എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ആര്? ദേവികയും നിത്യയും. എത്രയും പെട്ടെന്ന് നീ ഒരു ജ്യോത്സ്യനെ കാണണം. എന്നിട്ട് മുഹൂർത്തം കുറിപ്പിക്കണം. ദേവികയ്ക്ക് അധിക സമയം കൊടുക്കരുത്. അതിനു മുമ്പേ നമ്മൾ ഈ കല്യാണം നടത്തിയിരിക്കണം. സമയം കിട്ടിയ അവൾ ഈ കല്യാണം മുടക്കും. ഇനി അവളെങ്ങാനും കല്യാണം മുടക്കിയോ വെച്ചേക്കില്ല ഞാൻ അവളെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവേശമല്ല ഇപ്പൊ കാണിക്കേണ്ടത്, ബുദ്ധിയാ. അമ്മേ, അവള് പറഞ്ഞതുപോലെ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കോ? ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ എങ്ങാനും സംഭവിച്ച ഒരു മുഴം കയറില് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എനിക്ക് വയ്യ നാണം കെട്ട് ജീവിക്കാൻ. എടി പാർവതി, നീ ഇപ്പൊ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. ശരിയാ, ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് നിത്യ പറഞ്ഞിട്ടുണ്ട്. ആ എതിർപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പാർവതി. ശരത്ത് മോൻ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. ഇല്ലമ്മേ, ശരത്ത് നിത്യയുടെ മുന്നില് നല്ലവനല്ല. മോശക്കാരനായിട്ട് മാറ്റിയിരിക്കാം ആ ദേവിക. അത് വിശ്വസിക്കാൻ നിത്യ. എനിക്ക് നല്ല പേടിയുണ്ടമ്മേ. ഒരു വശത്തൂടി കല്യാണം നടത്താൻ ശ്രമിക്കുമ്പോഴും അവള് സമ്മതിക്കാതിരിക്കുമെന്നുള്ള പേടി എന്റെ മനസ്സിൽ കൂടി ഓടുന്നുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ നമ്മൾ നേരിടണം. ഒരു കണക്കിന് കല്യാണം രജിസ്ട്രാഫീസിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചത് നന്നായി പാർവതി. അതാവുമ്പോ ആരും ഒന്നും അറിയില്ലല്ലോ. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് ഒന്നും സംഭവിക്കരുത്. നിത്യ എങ്ങനെ അവളുടെ വലയിൽ ചെന്ന് വീണുന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആദ്യകാലങ്ങളില് ദേവിക എതിർത്തോണ്ടിരുന്ന ആളാ. എങ്ങനെ അവള് മാറി? എനിക്കൊരു സ്വസ്ഥതയില്ലമ്മേ. കല്യാണം കഴിയാതെ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. സമാധാനായിട്ട് ഇരിക്ക് പാർവതി. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. നീ ആദ്യം മുഹൂർത്തം കുറിപ്പിക്ക്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാന്നേ.